സെറ്റഡ് ഓടാ മോനെ കൊല്ലു 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 എൻ്റെ പട്ടി. അപ്പോൾ ഹലോ ഗൈസ്, അപ്പം എന്താ നമ്മൾ പുതിയ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കളിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും. മൈൻക്രാഫ്റ്റാണ്. നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റാണ്. കാരണം എന്താണ്, ഇത് നമ്മുടെ സർവൈവൽ സീരീസാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കുറേ വ്യൂവേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്കില്ലെങ്കിൽ ഇങ്ങനത്തെ സർവൈവൽ സീരീസൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പട്ടീനെ കിട്ടിയിരുന്നു. ഇതിന് മുമ്പത്തെ പാർട്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. നമ്മൾ ഇതിൻ്റെ മലേൻ്റെ മുകളിലോട്ട് കയറിയിരുന്നു. അപ്പം നമ്മൾ മലേൻ്റെ മുകളിലോട്ട് ബാക്കി കയറാം. ഗൈസ്, വാട്ട് ഈസ് ദാറ്റ്? ഗുഡ് 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 ബയോം. ഓ, കേവ് കിട്ടി. ആദ്യമായിട്ട് അങ്ങനെ ഒരു കേവ് കിട്ടി. ബാ മോനെ ഇങ്ങോട്ട് സിറ്റ്. ഇങ്ങോട്ടൊക്കെ കുറച്ച് നേരം അത് അവിടെ ഇരുന്നോട്ടെ. പിന്നെ കുറച്ച് എനിക്ക് ഓർമ്മ വരട്ടെ. ഇവിടെ തന്നല്ല. അപ്പം നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാം. ഭയങ്കര ഇരുടാണ്. ഇതിനെക്കുറിച്ച് പോകണ്ട, അങ്ങോട്ട് വാങ്ങി. അതാ പിന്നെ രസം. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മളപ്പോൾ കൊല്ലും. ഞാനെ കൊല്ലല്ലേ. ബോട്ടം നേടാൻ പറ്റാത്തേ. എടുക്ക് ബ്ലോക്ക് എടുക്ക്. ഇതാണെങ്കിൽ എത്ര പോവാറിനെ. അപ്പോൾ ഗൈസ്, നമുക്ക് കൊല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൊന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് കേവിലും കയറാൻ പറ്റില്ല. എങ്ങനെയൊക്കെയോ ഒരു കേവ് കിട്ടിയതാണ്. ഇനി അത് കളയാൻ എനിക്ക് ആഗ്രഹമില്ല. ഓട് മോനെ. ഓ ചാവാനായി. ഓ കണ്ടില്ലേ അത്, ചാവാനായി. ഇതെന്താ സോംബിയൊക്കെ പുറത്തോട്ട് ഇറങ്ങിയേ? ആകെ നമുക്കതൊന്നും നോക്കണ്ട, അങ്ങോട്ട് പോവാം. നമ്മുടെ പട്ടി ഇപ്പം ഇറക്കണ്ടേ. ഈ സോംബിനെ ഒന്ന് കൊല്ലട്ടെ. ഓൻ്റെ ഹെൽത്തില്ലല്ലോ അല്ലേ. എൻ്റെ പട്ടി ഇവിടെ ഉണ്ട് എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചാൽ മതി. എടാ എനിക്ക് എൻ്റെ പട്ടീനെ കളയാൻ ആഗ്രഹമില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ മൈൻ ചെയ്ത് അകത്തോട്ട് പോവാം. അടക്കി. ഓ ഗൈസ്, ഇവിടെ നിന്ന് ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ബെഡ് വെക്കാം. ഇവിടെ നമ്മുടെ ബെഡ്. നമ്മളവിടെ ഉറങ്ങിയിരുന്നു. പക്ഷെ ബെഡ് എടുക്കാൻ മറന്നുപോയി. പക്ഷെ നമ്മൾ ഇതുണ്ടല്ലോ, അത് നല്ല കാര്യമാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ കയ്യിൽ വെക്കണം. ഇതിന് ബെഡില്ലേ, നമ്മളതിൽ ബെഡിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു വീട് പെട്ടെന്ന് ഉണ്ടാക്കണം. അവിടെ സേഫ് ആവാനുള്ള സ്ഥലമല്ല. ഞാൻ സാക്കുറേറ്റ് ആയാലോ. ഞാൻ ഇങ്ങനെ പുറത്ത്. ഓ മൈ ഗോഡ്. കറങ്ങി പട്ടീൻ്റെ അടുത്തോട്ട് പോവാം. അല്ല, പട്ടിയല്ല, കാസ്പർ. ഇതെന്താ ഹീലാവാത്ത? കുറേ നേരമായല്ലോ ഹീലാവണില്ല. എത്ര ഹീലായാൽ മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഏയ് കാസ്പർ, എവിടാണ് ഇരിക്കുന്നത്? നിന്നെ രക്ഷിക്കാൻ ഞാൻ വരുന്നുണ്ട്. കാസ്പർ എവിടെ? മൈ കാസ്പർ.
ഇതാ ഗൈസ് ഈ ഗുഹേൻ്റെ അടുത്തായിരുന്നു കാസ്പർ ഉണ്ടായിരുന്നേ. അങ്ങോട്ട് അതാ ഗൈസ് കാസ്പർ ഇവിടെ ഉണ്ട്. എന്തായാലും നമ്മൾ പൂട്ടി വെച്ചാൽ നന്നായില്ലെങ്കിൽ പിന്നെ സോംബിയൊക്കെ ഇതിനൊക്കെ വന്നേനെ. കാസ്പർ ബ്രോ ഇങ്ങോട്ട് വാ. വരും, ഇവിടെ നിന്ന് ആരും വരും. ഗൈസ് നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ പോവാം. നമ്മുടെ കാസ്പറിനായിട്ട് അങ്ങോട്ട് പോവാം ഗൈസ്. നല്ല പൂക്കാലുണ്ട് ഗൈസ് ഇവിടെ. പൂക്കാലം വന്നേ പൂക്കാലം. ഞാൻ എന്താ കളിക്കുന്നത്? നമുക്ക് വീടുണ്ടാക്കണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഈ പാർട്ടിൽ തന്നെ നമ്മൾ പകുതി വീടെങ്കിലും, അത് പകുതി എന്നല്ല, ഒരു ചെറിയ വീട് ഉണ്ടാക്കി കഴിയണം. നമുക്ക് ഇത് പിങ്ക് ഹൗസ് ഉണ്ടാക്കിയാലോ? നോ. പക്ഷെ എന്നാലും ഇതാ ഇവിടെ നല്ല വുഡൊക്കെ ഉണ്ട്. ആ പിങ്ക് എന്ന് രസമാണ്. നമുക്ക് കുറച്ച് വെറൈറ്റി ആക്കണം ഗൈസ്. ഓ നമ്മൾ അയറൺ എടുത്തില്ല. വാ മോനെ ഇങ്ങോട്ട് വാ. കാസ്പർ ബ്രോ ഇങ്ങോട്ട് വാ. ഭക്ഷണം കണ്ടാലേ വരുള്ളൂ. കാസ്പർ ബ്രോ ഇങ്ങോട്ട് വാ ബ്രോ. കാസ്പർ ബ്രോ എന്താ കളിക്കുന്ന ബ്രോ? ഇവിടെ ഇരിക്കും ബ്രോ. അടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് കാസ്പർ ബ്രോനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. നമ്മൾക്ക് അടുത്ത പണികളൊക്കെ ഒന്ന് നോക്കാം. നമ്മളതിൽ ഫുഡില്ല ഗൈസ്, അത്ര ഫുഡില്ല. കുറച്ചൊന്ന് അയറം കളക്ട് ചെയ്യാം. ഗൈസ് ഇത് അയറം കളക്ട് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി എന്താണ് ഒരു നീ എന്നാണോ കാസ്പർ? നോക്കുക. ഏത് കാസ്പർ? അതെങ്ങനെ ഇവിടെ എത്തി? ഞാൻ ഒരു തുള പോലും വെച്ച് സാറില്ല ഗൈസ്. നീ ഇവിടെ ഇരിക്കൂലേ? ഇവിടെ ഇരിക്കണം. അതിനെ ഞാൻ നെപ്പിച്ചിട്ട് ഗൈസ് ഇരുത്തിയേ. ഇവിടെ ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യും, ഇതൊന്നും ആക്കാലോ നമ്മളെ വീട്. നമുക്ക് ആദ്യം ഈ ഡേർട്ടൊക്കെ ഒന്ന് കളയണം. കുറച്ച് പിക്കാച്ച് നമ്മളിലുണ്ട്. ഡേർട്ട് കളയാൻ നമുക്ക് ശവല് വേണം. ശവലിന് വേണ്ടി നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഇരുന്ന് ഒരു പുതിയ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇച്ചിരി ശവലുണ്ടാക്കട്ടെ. ഇത് പൊട്ടിക്കാം. ഞാൻ അപ്പോൾ പൊട്ടിച്ചാലേ ആവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ മുറിക്കാന്നല്ല കുഴിക്കുക. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും നമ്മുടെ വീട് തുടങ്ങുന്നത്. അല്ല ഇത്രയും സ്പേസ് വേണ്ടല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യാം. ഇവിടെ മൊത്തം വുഡ് ഇറക്കി നമ്മളെ കയ്യിലുള്ള വുഡ് എടുത്ത് ചെയ്യാം. നമ്മളെ സീന് വീടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഈ പുല്ലൊക്കെ ഒന്ന് കളയട്ടെ. ഇതെനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഈ സാധനം. ഭംഗിയൊക്കെ ഉണ്ട്, എന്നാലും ഒരു സുഖമല്ല. ചൂടിനിങ്ങനെ അപ്പോഴത്തേക്കും ഇവിടുന്ന് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇടുക. ഇവിടുന്ന് ഇങ്ങനെ വന്നതിന് ശേഷം പുല്ലിനൊന്ന് കളയട്ടെ. കുറേ നേരമായി ആ പുല്ല് ചെയ്യുന്നു. നമ്മുടെ കാസ്പർ ബ്രോനെ കൊല്ലൂടാ നീ. ഓടാ. കാസ്പർ ബ്രോനെ കൊല്ലാൻ വരരുത്, അത് നിങ്ങൾക്ക് ദോഷമായിരിക്കും. നമ്മുടെ ബ്രോ ആണേ, നമ്മുടെ ബ്രോ തന്ന അല്ല കാസ്പർ ബ്രോ. ആന്ന് ഗൈസ് കാസ്പർ ബ്രോ ആന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ ഞാൻ വീണു. അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നിറയ്ക്കാം. അപ്പോൾ ഇത് റെഡി ഉണ്ട്. നമ്മളിവിടെ ഇങ്ങനെ രണ്ട് സൈഡും വെച്ച് കൊടുത്താലോ? വേണ്ട ഗൈസ്,
ഇവിടുന്ന് ഇങ്ങനെ എൻട്രൻസിൽ കുറച്ച് പൂക്കളൊക്കെ ഇരുന്നോട്ടെ. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ വെക്കാം. കുറച്ച് ഈ സാധനമൊക്കെ ഇരുന്നോട്ടെ. ഇതിവിടെ വെക്കാൻ പറ്റില്ല. ഇതിങ്ങനെ വരുമ്പോൾ തന്നെ പൂക്കാലായിരിക്കും. നമ്മളിങ്ങനെ വരുന്നു. ആൾക്കാർക്ക് ചായ കുടിക്കാൻ ഒരു ടേബിൾ വേണം ഗീസ്. ആരെങ്കിലുമൊക്കെ വന്നാലേ. നമുക്കിത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് വേറെ ഡേർട്ട് വെച്ചാലോ? അല്ല, ഞാൻ തന്നെ ഡേർട്ട് ഇട്ടിരിക്കുന്നു. സ്റ്റോൺ ഇട്ടിട്ട് ഡേർട്ടാക്കാം ഗീസ് ഇവിടെയൊക്കെ. പിന്നെ ഇതെല്ലാം ഒരുമിച്ച് എന്നാൽ പച്ച കളർ ആയിക്കോട്ടെ. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വീണ്ടും ഡേർട്ടിടാം. എന്നിട്ട് നമുക്ക് എന്താണ് ഈ പൂക്കാലം ഉണ്ടാക്കാം. റെഡി. അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ ഡേർട്ട് വേണ്ട. നമ്മൾ ഇവിടെ ഡേർട്ട് ഫുള്ള് ഇടാൻ പോകുന്നില്ല. ഇനി നമ്മൾ എന്താണ് നമ്മുടെ വെറൈറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനെ മുറിച്ചെടുക്കും. ശവലുണ്ടല്ലോ, ഇത് എന്തെല്ലാം മറന്നു. അപ്പോഴത്തേക്ക് ശവല് ചാവാനായി. പകുതി ചാവാനായി. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കയറുന്നു. അല്ല ഗീസ്, ഒരു കട്ട ഇങ്ങോട്ട് ഇങ്ങനെ ആക്കാം. ഇവിടുന്ന് ഇങ്ങനെ വരുന്നു. ഒരു കട്ട കുറയുന്നു. എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നു. എന്നിട്ട് വീണ്ടും ഒരു കട്ട കുറയുന്നു. നമ്മൾ ചെറിയ റൂമായിരിക്കും ഗീസ് നമ്മുടെ ബെഡ്റൂം. പിന്നെ ബാക്കിയുള്ളതൊക്കെ കിച്ചണാണ് ഗീസ്. എല്ലാം റെഡി. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടാക്കാം ഗീസ്. കുറേ വുഡ് ആവശ്യമുണ്ട്. അതും നമ്മുടെ പിങ്ക് വെറൈറ്റി എടുക്കണം. കാസ്പർ ബ്രോ അവിടെ തന്നെ വെയിറ്റ് ചെയ്യണം കേട്ടോ. കാസ്പർ ബ്രോ കുറച്ച് തിന്നാൻ തരാം. തിന്നോ? അതെന്തൊരു ഒച്ചയാട്ടെ ടിക്കിടക്കുന്നു. നമുക്ക് കുറച്ച് മുറിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ വെറൈറ്റി വുഡ് എടുക്കാം. കടുത്തെടുക്കാം. ഇതാ ഗൈസ്, ഈ മരം ഡെക്കറേഷന് അല്ലെങ്കിൽ വേണ്ട ഗൈസ്, കൂടുതൽ ഡെക്കറേഷൻ ആയിപ്പോയി. അതുകൊണ്ട് മാറ്റാം. നമുക്ക് ഇവിടുന്ന് ഈ ഡേർട്ടൊക്കെ മാറ്റാം. ഇവിടൊക്കെ ഈ വുഡൊക്കെ ഇതിങ്ങനെ കളയാം ഗൈസ്. ഇപ്പം റെഡി. ഇല്ല, കുറച്ചും കൂടി ഇവിടുന്ന് ഇങ്ങനെ കളയാണ്ട്. ഇവിടെ കുറച്ച് ഡേർട്ട് ഇരുന്നോട്ടെ ഗൈസ്. ഇവിടെ ഒരു ഡേർട്ട് ഇരുന്നോട്ടെ. ബാക്കി എല്ലാം സെറ്റായിട്ടുണ്ട്. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, ഈ സാധനം വേണ്ട. ഒരു താഴ്ച പോലെ 2 ബ്ലോക്ക് ഇരുന്നോട്ടെ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് ഇങ്ങനെയൊക്കെ തന്നാണ്. നമ്മളിങ്ങനെ പൂക്കാലത്ത് കൂടി ഇറങ്ങും. പിന്നെ ഇവിടെ മൊത്തം വുഡ്. പിന്നെ ഇവിടെ നമ്മുടെ കിച്ചണ്. ഇത് നമ്മുടെ സ്ഥലമാണ്. ഇവിടെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളും ചെസ്റ്റുകളും ഒക്കെ വെക്കാം. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ കിച്ചണായിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരും ഗൈസ്. ഇവിടെ കുറച്ച് സ്ഥലം കുറഞ്ഞോ എന്നൊരു സംശയം. ഗൈസ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കവർ ചെയ്യാം. നമുക്ക് ഈ സ്റ്റോണൊക്കെ ഒന്ന് പറിച്ച് കളയാം. അയ്യോ, നമ്മൾ ബെഡ് എടുത്തില്ല. ബെഡ് ഉണ്ടാക്കാം ഗൈസ്. അല്ല, നമ്മൾ കാസ്പർ ബ്രോനെ രക്ഷിക്കണം. പുറത്ത് സോംബി എന്ന കാസ്പർ ബ്രോനെ എതിർക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പെട്ടെന്ന് ഉറങ്ങിയിട്ട് കാസ്പർ ബ്രോനെ എടുക്കാൻ പോവാ. നീ ഇവിടെ ഒരു ക്രീപ്പർ ഒന്ന് പൊട്ടിയാലോ? കാസ്പർ ബ്രോ, നീ ഇവിടെ തന്നെ ഉണ്ട്. കാസ്പർ ബ്രോനെ കൊല്ലാൻ ആരാടാ വന്നേ? ഇതാ അവിടെ ഒരുത്തുണ്ട്. ആ ക്രീപ്പർ. ഓ ഗൈസ്. ഓ
കിഷ് നമ്മളിൽ മറ്റേ സാധനം ഉണ്ടായിരുന്നു സ്പോൺ പോയിന്റ്. ആദ്യത്തെ പ്രാവശ്യമാണ് ചാവുന്നത്, അതുകൊണ്ട് അത്ര കുഴപ്പമൊന്നുമില്ല. ആരും ഒന്നും കണ്ടില്ല. ആദ്യത്തെ പ്രാവശ്യമാണ് ചാവുന്നത്. ചത്തിട്ടില്ല ഗൈസ്. ഓ ഗൈസ് സിറ്റുവേഷൻ കുറച്ചും കൂടി വലുതായി. പോടാ അടിക്കേ, അടിക്കണ്ടേ, അടിക്കടാ, അടിക്കണ്ട എനിക്ക്. അവിടെ ഇരുന്ന് ചത്തോ, എന്നോടാ കളി അവൻ്റെ. അയ്യോ ഇടോ, അവനാരാ അങ്ങോട്ടടിച്ച് ഇങ്ങോട്ട് ഇരുന്നു. ചത്തോ ഇല്ലേ? അല്ല എന്നെ അടിക്കണ്ട. ആരും കണ്ടില്ല, ഒന്നും കണ്ടില്ല ഗൈസ്, ആരും ഒന്നും കണ്ടില്ല. ചത്താലിപ്പോൾ എന്താന്ന്, കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എന്താ കയറിയിരിക്കുന്നേ? ഓ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാം. ഇതെന്താ സ്നോ? നമ്മൾ മഞ്ഞിൻ്റെ ബയോമിലെത്തിന്ന് തോന്നുന്നു. നമുക്ക് എല്ലാ സാധനവും എടുക്കാം. ബോട്ട് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളുടെ കൈ ഒരു മിനിറ്റ് നോക്കാണ്ട്. ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. അപ്പോൾ എല്ലാ സാധനം എടുത്ത് നീ ബോട്ടും കൂടി ഒന്ന് എടുത്തേക്കാം. നീ നമുക്ക് ബാക്കി വീടുണ്ടാക്കാം. നമുക്ക് വെറൈറ്റീൻ്റെ വുഡ് എടുക്കണ്ടേ? വെറൈറ്റീൻ്റെ വുഡിന് വെറൈറ്റി ആയ വുഡ് തന്നെ വേണം. നമ്മൾ ബാക്കി എടുക്കാം മീൻസ്. കാസ്പറിനെ രക്ഷിക്കാൻ പോയത് കുറച്ച് തെറ്റായെന്ന് തോന്നുന്നു. നമ്മളെ തന്നെ അങ്ങ് കൊന്നിട്ട്. അല്ല, ഞാൻ ക്രീപ്പറിന് അടുത്ത് കൂടി ഓടാൻ നോക്കിയിരുന്നു, പക്ഷെ നടന്നില്ല ഗൈസ്. അപ്പോഴത്തേക്കും ക്രീപ്പർ മുമ്പ് കൂടി നടക്കിയിരുന്നു. ഇങ്ങനെ മുമ്പ് കയറിക്കുക ക്രീപ്പർ. അവിടെ മുമ്പ് തന്നൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പിന്നെ അടിച്ചടിച്ച് കാണാം എൻ്റെ ശരിക്കത്തെ സ്വഭാവം ഞാൻ എടുത്തേനെ. നമുക്ക് അലങ്കാരത്തിനുള്ള മരം കിട്ടി. ഇതൊക്കെ വുഡാക്കി എടുക്കാം. ഇത് കളഞ്ഞതിന് ശേഷം ഇതെന്താ കിട്ടിയില്ലേ? ഗൈസ് ഇത് ആയി, കുറച്ചായി. ഇത് വെച്ചാവുമെന്ന് നോക്കാം. റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഞാൻ ഏതോ ഒരു ലോകത്തെ ഇരിക്കും. ഒരു മിനിറ്റ് കോർഡിനേറ്റ് ഓൺ ആക്കി വെക്കാം. ഗൈസ് ഞാൻ സേവ് ആൻഡ് കിറ്റ് അടിച്ചു. ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റിൽ എങ്ങനെയാ അറിയാണ്ട് സേവ് ആൻഡ് കിറ്റ് അടിച്ചു. അപ്പം നമുക്ക് വീണ്ടും ഒന്ന് കയറാം. അപ്പോൾ ഗൈസ് ആവാനായി. അതാ ഗൈസ് ആയി. കോർഡിനേറ്റ് ഓൺ ആക്കണ്ടായിരുന്നു. വേർ ഈസ് ദ കോർഡിനേറ്റ്? കോർഡിനേറ്റ് എവിടെ? കോർഡിനേറ്റും കാണുന്നില്ല. ഐ വാണ്ട് ഗെയിമിലായിരുന്നില്ലേ? ഞാൻ അങ്ങോട്ടാണ് നീക്കി പോകുന്നത്. കോർഡിനേറ്റ് ഷോ കോർഡിനേറ്റ്സ് എത്ര ദിവസം പ്ലേ ചെയ്ത് അതും കൂടി വെക്കാം ഒന്ന് അറിയണമല്ലോ. 5 ഡേയ്സ് നമ്മൾ പ്ലേ ചെയ്തു. അത് 3 പാർട്ടി നമ്മൾ 5 നോട്ടീസ് ചെയ്തോ ഈ ടാക്ക് കഴിയുമ്പോഴത്തേക്കും. ഇതൊക്കെ ഒന്ന് പൊളിക്കണ്ടേ? നമ്മളെന്താ കളിക്കുന്നേ? നമ്മുടെ വെറൈറ്റി വുഡ് ഇടാൻ വേണ്ടി സ്ഥലം വെക്കണം. നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് മാറ്റട്ടെ. ഇനി ഇവിടുത്തെ ഇരിക്കുന്ന സാധനം സ്റ്റോണും കൂടി ഒന്ന് നോക്കണം. ഇനി നമുക്കിടാം ഗൈസ്, കുറേ ഇടാം. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ടെത്തിയതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ വന്നതിന് ശേഷം നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും. അതേപോലെ തന്നെ വീണ്ടും അങ്ങോട്ട് പോകും. ഇങ്ങനെ പോകും. പിന്നെ
ഇതും മുറിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. പിന്നെ ഇതിങ്ങനെ ചെയ്യും. അങ്ങനെ എല്ലാം ചെയ്യും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഹലോ കാസ്പർ, അപ്പോൾ നമ്മുടെ വീട് കാണാൻ റെഡി ഇല്ലേ ഗൈസ്? കാസ്പറിന് കൂടി സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കാസ്പറിനൊന്ന് എണീപ്പിക്കാം. അത്ര നന്നായില്ലെങ്കിലും ഇതും ചെയ്യാൻ ധാരാളമാണ് ഗൈസ്. നല്ല വീടാണ്, എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. എന്തായാലും ഇവിടെ ടോർച്ച് കൊണ്ട് വെച്ചേക്കാം. ഇവിടെ കണ്ട ഇങ്ങോട്ട് അകത്തോട്ട് തുളച്ചു ഗൈസ്. എന്നിട്ട് ഇതിനകത്ത് ഒരു ടോർച്ച് വെക്കാം. അപ്പോൾ റെഡി ആയില്ലേ? എന്നാലും അത്ര സുഖമില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. പിന്നെ ഗൈസ് ഉറങ്ങട്ടെ. കാസ്പർ ചെയ്യാറ് വാതിലില്ലല്ലോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റ, ബൈ, ചെയ്യൂ. അടുത്ത വീഡിയോ കാണാം. ബൈ. കൊല്ലേ സർലൈസ് റീസ്പോൺ പോയിന്റ് സെറ്റഡ്. ഓടാ മോനെ, കൊല്ലു എൻ്റെ പട്ടി. Guys, my dog is lost. ഇതൊക്കെ അടച്ചിട്ട് കിടക്കാം, അല്ലെങ്കിൽ ഇനി ആൾക്കാർ വരും. എല്ലാം പോയി ഗൈസ്. ഞങ്ങളുടെ HP ഫാം പോലത്തെ വീടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്ന അതിൻ്റെ പിന്നെ ടാറ്റ, ബൈ, ബൈ, സീ യു.